CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണാട്ടിക്ക് ബന്ധമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ ഷെൽ കമ്പനിയാണെന്ന സംശയത്തിൽ ഇഡി. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്ന കമ്പനിക്ക് ഓഫീസില്ല. 2023 രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ മേൽവിലാസത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. അതേസമയം നാമനിർദ്ദേശ പത്രികയിൽ കമ്പനിയെക്കുറിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. മെയ് 27 നടന്ന വിശദമായ റെയ്ഡിനിടെയാണ് എക്സാലോജിക്കിനു പുറമെ വീണാട്ടി പാർട്ണറായ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന മറ്റൊരു കമ്പനി കൂടിയുണ്ടെന്ന വിവരം ഇഡിക്ക് ലഭിക്കുന്നത്. കോഴിക്കോട് എത്തിയുള്ള പരിശോധനകൾക്ക് പിന്നാലെയാണ് ഷെൽ കമ്പനിയാണെന്ന സംശയത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. 2023 കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്. മെഡിക്കൽ ഉപകരണങ്ങൾ വിൽക്കുന്ന കമ്പനിയാണെന്നാണ് രേഖകളിലുള്ളത്. എന്നാൽ അഡ്രസ്സിൽ പറയുന്ന സ്ഥലത്ത് കമ്പനിക്ക് ഒരു ഓഫീസ് പോലുമില്ല. വീണയ്ക്ക് പുറമെ കോഴിക്കോട് സ്വദേശിയായ അനീസ് കൊടമ്പിയാത്ത് അറക്കലാണ് കമ്പനിയുടെ മറ്റൊരു പാർട്ണർ. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ തീരുമാനം. അതിനിടെ തന്റെ നാമനിർദ്ദേശ പത്രികയിൽ വ്യക്തമാക്കിയ കമ്പനിയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഒളിച്ചുവെച്ച കമ്പനിയാണെന്ന് പല പ്രചരണമുണ്ട്. ഒരു ഒളിച്ചുവെച്ചല്ല, നോമിനേഷനിൽ വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. വീണ CMRL നിന്ന് അനധികൃതമായി കൈപ്പറ്റിയ പണം ലേക്കർ ഇന്ത്യ കോർപ്പറേഷനിലേക്ക് എത്തിയിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് ഇഡി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കമ്പനിയുടെ അക്കൌണ്ടിലെ 15.57 ലക്ഷം രൂപ അന്വേഷണ സംഘം മരവിപ്പിച്ചത്. അതിനിടെ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളായ നിഖിൽ പി, നന്ദുലാൽ അടക്കമുള്ളവരെ വിശദമായി ചോദ്യം ചെയ്യാനായി ഉടൻ സമൻസ് അയക്കും. ഇന്നലെ പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ചോദ്യം ചെയ്യൽ. റിപ്പോർട്ടർ, കൊച്ചി.